പെട്ടെന്നൊരു ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി 1/2 കിലോ ഫിഷ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചേക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിന് കണക്കാക്കി ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇച്ചിരി ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടിയായിട്ട് കൊടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ മല്ലിപ്പൊടിയുടെ ചുവയാണെങ്കിൽ കൂടുതൽ വേണ്ട, എന്നാൽ ഫിഷിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഒന്ന് മിക്സ് ചെയ്ത് ഫിഷ് നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചേച്ച് ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉടനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇച്ചിരി ലേറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അതിൻ്റെ ഫിഷിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഉണക്കമീനിൻ്റെ ചുവ ഉണ്ടാകും. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായ ഉടനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഓരോരോ ഫിഷും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫിഷ് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ആയി വരുന്നുണ്ട്. ഫ്രൈ ആയ ഉടനെ നമുക്കിതൊന്ന് കോരി മാറ്റാം. അങ്ങനെ എല്ലാ ഫിഷും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ലൊരു ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു ടേസ്റ്റി ഫിഷ് ഫ്രൈ ആണ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ പിള്ളേർ ചിക്കൻ കബാബ് കഴിക്കുന്ന പോലെ ഈ ഫിഷ് ഫ്രൈയും അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ.